ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ആലപ്പുഴ ജില്ലയിലെ 2017-18 കാലയളവിൽ ബഹുമാനപ്പെട്ട ശോഭാ സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്നും ഒരു വളവും മേടിക്കാനുള്ള അവസരം കിട്ടി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേന്ദ്രൻ വ്ലോഗ്സ് വള്ളിയൂന്ന. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ശങ്കരൻകുട്ടി സാറിൻ്റെ വാഴത്തോട്ടത്തിലാണ്, ഏത്തവാഴത്തോട്ടത്തിലാണ്. അദ്ദേഹത്തിന് 10-15ഓളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേക ഒരു സ്ലറി നിർമ്മിക്കുന്നുണ്ട്. അതാണ് ഈ വാഴയുടെ ഏറ്റവും കൂടുതൽ കരുത്ത്. അതുകൊണ്ട് എല്ലാ ഘട്ടത്തിലുള്ള വളപ്രയോഗത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. 2 വാഴകൾ വീതമാണ് വെച്ചിരിക്കുന്നത്, കണ്ടോ. അപ്പം സാറിന് അതിന് ഇത് 2 വാഴയുടെ പൂർണ്ണ വളർച്ച എത്തി കഴിയുമ്പോഴത്തേക്ക് ഒരു 8 കിലോ ഇതിനും ഒരു 8 കിലോ ഇതിനും ലഭിക്കും. അങ്ങനെ ഒരു 16 കിലോ കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ഈ ചെലവ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 3 ഇരട്ടി ലാഭം ലഭിക്കും. അതുപോലെ ഇടവേളയായിട്ട് കണ്ട് ചേമ്പ്, പിന്നെ റെഡ് ലേഡി, ഇതെല്ലാം റെഡ് ലേഡിയൊക്കെ പൂ വന്നിട്ടുണ്ട്. വിശദമായ കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം രാജേന്ദ്രൻ വ്ലോഗ്സ് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, എൻ്റെ പേര് ശങ്കരൻകുട്ടി. ഞാൻ നമ്മുടെ താമരക്കുളം കൃഷിഭവൻ്റെ പരിധിയിൽ ചത്തിയറ 14-ാം വാർഡിൽ ഏകദേശം ഒരു 15 വർഷമായി കൃഷി ചെയ്തു വരികയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വേറൊരു മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. സിനിമാ മേഖലയിൽ മാവേലിക്കര ഓലട്ടിയമ്പലം എന്ന സ്ഥലത്ത് ഒരു സിനിമാ തിയേറ്റർ നടത്തുകയായിരുന്നു. സിനിമാ വ്യവസായം താഴോട്ട് പോകുന്ന ഒരു കാലഘട്ടം ആയപ്പോൾ ഞാൻ കൃഷിയിലേക്ക് വന്നതാണ്. അങ്ങനെ വ്യാപകമായി കൃഷിയുടെ അടിസ്ഥാനത്തിലാണ് ഏകദേശം ഒരു 15ഓളം സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ ഏജൻസികളുടെയും ഒക്കെ അവാർഡ് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിലവിൽ എൻ്റെ ഉൽപ്പന്നങ്ങൾ താമരക്കുളം എ ഗ്രേഡ് ക്ലസ്റ്റർ വിപണിയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ വിപണിയുടെ കഴിഞ്ഞ ഭരണസമിതി വരെ ഞാൻ സെക്രട്ടറി ആയിരുന്നു. ഇത്തവണ ഞാൻ എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും നേരിടുന്നില്ല. അപ്പോൾ കൃഷി എല്ലാവരും നല്ല മനസ്സോടെ ഇതിലേക്ക് ഇറങ്ങി വരണം. ഈ പന്നിയും പിന്നെ പന്നി, എലി അങ്ങനെയുള്ള ക്ഷുദ്രജീവികളുടെ ശല്യമല്ലാതെ മറ്റ് യാതൊരു കുഴപ്പമില്ല. എല്ലാവരും കൃഷിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എൻ്റെ വാഴക്കൃഷി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. 2011-12 ആ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ എന്നെ വിപണി മുഖേന വിറ്റഴിച്ചതിന് കിട്ടിയതാണ് ഈ മൊമെൻ്റ്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ആലപ്പുഴ ജില്ലയിലെ 2017-18 കാലയളവിൽ ബഹുമാനപ്പെട്ട അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന സുനിൽകുമാർ തന്ന പിന്നെ ജില്ലയിലെ അവാർഡാണ് ഇത്. ഈ ഇരിക്കുന്നതൊക്കെ ഗ്രാമപൂർണിമ, പിന്നെ ചാരുമൂട്, പിന്നെ കൃഷിഭവൻ്റെ താമരക്കുളം കൃഷിഭവൻ്റെ ബ്ലോക്ക് തലത്തിൽ, പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്നും ഒരു വളവും മേടിക്കാനുള്ള അവസരം കിട്ടി. ഇതെല്ലാം ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ കൃഷിയിലൂടെ നേടിയെടുക്കാൻ പറ്റിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി കിട്ടിയ അംഗീകാരങ്ങളാണ്. ഇത് നമ്മുടെ ചാണകം, ഗോമൂത്രം, കടലപ്പിണ്ണാക്ക്, ഇത് 3ഉം കൂടെ കലക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പം പിന്നെ 2 പ്രാവശ്യം ഒഴിച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇനി ഒരു ഒഴിപ്പിനൂടെ ഉള്ളൂ. വീണ്ടും നമ്മൾ ഇതുപോലെ കലക്കും. പക്ഷേ എനിക്ക് വേറൊരു ടാങ്ക് ഉണ്ടായിരുന്നു അപ്പുറത്ത്. അത് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കാറ്റിന് അതിൻ്റെ മേൽക്കൂര പറന്നുപോയി. ആ ടാങ്ക് എന്ന് പറഞ്ഞാൽ വലിയ ടാങ്കാണ്. അങ്ങനെ ഉണ്ട്. ആ ടാങ്കിനകത്ത് നമ്മൾ ചാണകം, ഗോമൂത്രം, പഴം, ശർക്കര, കടലപ്പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, ഇത്രയും കൂടെ ഒരു നിശ്ചിത അളവ്. ചാണകം നമ്മളിടുന്ന ഒരു 4-60 ചാണകം, ഒരു 200 ലിറ്റർ പിന്നെ ഗോമൂത്രം, ഒരു 30 കിലോ പഴം, 30 കിലോ ശർക്കര, 30 കിലോ വേപ്പ് പിണ്ണാക്ക്, 30 കിലോ കടലപ്പിണ്ണാക്ക്, ഇതവനെ നമ്മൾ ഒന്നിച്ച് കലക്കിനകത്ത് ഇടും ആ വലിയ ടാങ്കിൽ. എന്നിട്ട് ഇതൊരു 10 ദിവസം കഴിയുമ്പോൾ നമ്മളിത് എടുക്കുന്ന നമുക്ക് എടുക്കുന്ന ആ അളവിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് നമ്മളൊരു 1 ലിറ്റർ വീതം വാഴയുടെ വീട്ടിൽ ഒഴിച്ചു കൊടുക്കും. വേണ്ടത് ഈ സ്ലറി നമ്മൾ ഇത്രയും എടുക്കും. ഇതിൻ്റെ ഒരു 4 ഇരട്ടി വെള്ളം ചേർക്കും. 4 ഇരട്ടി വെള്ളം ചേർത്ത് നല്ല 4 ഇരട്ടി
വെള്ളം ചേർത്ത് ഒരു മൂടിന് ഇത് നമ്മൾ തട്ടോ എന്നിട്ടിപ്പോൾ ഇത് നമ്മൾ വാഴയുടെ ചുറ്റിനും ഇതിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം മറ്റന്നാൾ ഇതിന് പുതിയ മണ്ടയില വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഏത് കൃഷിക്കും ഏറ്റവും നല്ല വളമാണ്. അധികം നമുക്ക് സാമ്പത്തിക നഷ്ടവുമില്ല. ഈ വാഴക്കുട്ടികളെ നടുന്നതിന് മുമ്പ് നമ്മുടെ ഈ പറമ്പ് ഒരുക്കുന്ന രീതിയെ കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാം. തീർച്ചയായിട്ടും നമ്മൾ അതിനെ പറ്റിയ പുരയിടം കണ്ടെത്തുക എന്നുള്ളതാണ്. പരമാവധി വെയിലിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ പരമാവധി നമുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള പുരയിടമാണെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു വളർച്ചയ്ക്കൊരു പ്രത്യേക എനർജിയാണ്. അപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിൽ ഞാനിപ്പം ഏകദേശം 10 അടി അകലത്തിലാണ് 2 വാഴ വീതം നട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു നിരയായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ, 2 നിര ഇങ്ങനെ നിരയായിട്ട് തന്നെയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തിലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വാഴ മോശമെന്ന് കണ്ടാൽ ദൂരെ നിന്നാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ല നമ്മൾ ഒരു വലിയ ഒത്തൊന്നും അല്ല നടുന്നെങ്കിൽ അത് കാഴ്ചയ്ക്ക് ഒരു ഇമ്പക്കുറവായിരിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് സൂര്യപ്രകാശം മത്സ്യം കിട്ടുന്ന സ്ഥലമായിരിക്കണം. പരമാവധി നിരപ്പായ സ്ഥലമാണ് ഏറ്റവും നല്ലത്. സാറ് ഈ വാഴകൾ നടുന്നതിന്റെ അകലത്തെക്കുറിച്ചും വാഴകൾക്ക് ശരിയായ രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കണമെന്നെങ്കിൽ കരുത്തർച്ച് വളരെയുള്ളൂ. അന്നേരം ഈ ഇത് കുഴിയെടുക്കുന്നത് എങ്ങനെയാണ്? JCB വെച്ചാണോ അതോ? അത് നല്ലതാണ്. JCBക്ക് ആദ്യം നമ്മൾ കിളച്ചുകൊണ്ട് കുഴി നമ്മൾ തന്നെ എടുക്കുന്നതാണ് നല്ലത്. കാരണം JCB എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ ഗർത്തമായ കുഴിയായിരിക്കും. അത് തന്നെ വീണ്ടും നമ്മൾ നികത്തി കഴിയുമ്പോൾ കുഴിക്ക് ഒരു ഷേപ്പ് വരത്തില്ല, കാഴ്ചയ്ക്കൊരു ഇമ്പം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിന് JCBക്ക് കിളച്ചുകൊണ്ട് ട്രാക്ടറിന് പൂട്ടിയിട്ടാണ് പിന്നെ തടം വെട്ടാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. സാർ അതുപോലെ ഈ മേൽമണ്ണിലാണല്ലോ ഏറ്റവും കൂടുതൽ പോഷകവും ചെടിക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉള്ളത്. അത് സാർ ഇങ്ങനെ കുഴി എടുക്കുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഈ കന്ന് നടുന്ന സമയത്ത് അതിൽ ഇടുവോ, അതോ എപ്പോഴാണ് ആ മേൽമണ്ണ്? നമ്മളിപ്പോ വാഴയ്ക്ക് തടം വെട്ടുന്നു. തടം വെട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മള് ഇതിനകത്തിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് 250 ഗ്രാം ഇതിനകത്ത് ഇടും. ഇട്ടിട്ട് ഇപ്പം മഴക്കാലമാണെങ്കിൽ നമ്മൾ ഈ മണ്ണും എല്ലാം കൂടെ കൂട്ടി ഇളക്കിയിട്ട് ഇതിനകത്തിൽ നിറച്ച് വെള്ളം നിർത്തി ഒരു 10 ദിവസം കഴിയുമ്പോൾ നമ്മളിത് വാഴക്കന്ന് നടും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കന്ന് നടുന്ന സമയത്തേ സാർ ഈ കുഴി എത്ര പര്യാപ്തമായി നടാറായി എന്നെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കന്ന് നടുന്ന സമയത്ത് അത് നമ്മൾ ഈ ഡോളോമെറ്റ് ഇട്ട് അത് ഒരു 10 ദിവസം കഴിയുമ്പോൾ ഈ മണ്ണിന്റെ pH അതിന്റെ പുളിപ്പ് മാറിക്കെട്ടും. ആ പുളിപ്പ് മാറിക്കെട്ടിയാൽ ഇവന് സുഖമായിട്ടുള്ള വേരോട്ടം ഉണ്ടാവത്തുള്ളൂ. അല്ല, ഞാൻ സാധാരണ ഒന്നും അറിയാൻ മേത്ത ഒരു കർഷക പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് ചോദിക്കുന്നത്, അവർക്ക് ഈ സാറിന് മണ്ണ് ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റുമോ? ഈ ശരിക്കും സാറിന്റെ എക്സ്പീരിയൻസ് ഉണ്ടോ? സാർ എന്നോട് പറഞ്ഞു. അങ്ങനെ അറിയാനൊക്കത്തില്ല. അങ്ങനെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണ് പരിശോധിച്ച് നോക്കണം. നമ്മൾ ചെയ്യുന്നില്ല. സാധാ രീതിയിൽ എന്റെ പുളിപ്പ് മനസ്സിലാവും അല്ലേ? മനസ്സിലാവും. കാര്യം നമുക്കറിയാം. കാരണം പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മിക്കവാറും നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ മണ്ണും അനാവശ്യമായ രാസവളങ്ങൾ ചെയ്യുന്നു. മണ്ണിന്റെ ഘടനയെ മാറി. അപ്പൊ അത് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ നമുക്ക് ഈ ഡോളോമെറ്റ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പൊ ഈ സാർ വിത്ത് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച്? വിത്ത് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത്തവാഴയുടെ വിത്ത് പരമാവധി നമ്മുടെ വിത്തുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോ തന്നെ ഏകദേശം ഈ 400 വാഴ വിത്തും മേടിച്ചത് ആദിക്കാട്ട് വളങ്ങരയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു മണ്ണിലുണ്ടായ ആ വാഴയുടെ വിത്ത് പുതിയൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അതിനൊരു പ്രത്യേക വളരാൻ പ്രത്യേക ഒരു ടെൻഡൻസി ഉണ്ടാവും. അതാണ് അങ്ങനെ അല്ലേ? അതുപോലെ തന്നെ സാർ ഇപ്പൊ നമ്മുടെ എല്ലാ സാധനങ്ങളും നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഏതൊരു ഇതായിട്ടും ഇനം തിരിഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ പല വാഴകളായാലും എല്ലാം. അപ്പൊ തനതായ നമ്മുടെ ആ പഴയ ആ വാഴയിലേക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലും ഒരു നിർദ്ദേശമുണ്ടോ സാർ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വാഴ കൃഷി എല്ലാ പച്ചക്കറി ആയാലും എല്ലാം ഹൈബ്രിഡ് ഇനങ്ങളാണ്. കാരണം ഈ നമ്മുടെ ടിഷ്യൂ വാഴയൊക്കെ വന്നപ്പോഴത്തേന് അതിന്റെ വിത്തുകളെടുത്ത് കൃഷി ഒക്കെ ആയി.
ഇത് ആകെ പഴയ ആ പരമ്പരാഗത കൃഷിയൊക്കെ ആ വിത്തിന്റെ ഇനം അങ്ങ് മാറി. അത് നമ്മുടെ ചെയ്യുക എന്ന് പറയുന്നത് കർഷകർക്ക് ലാഭത്തിന് വേണ്ടി ആണല്ലോ. വലിയ കുലകൾ ലഭിക്കുക, പിന്നെ വളം കുറച്ച് ചെയ്താൽ മതി അല്ലേ. വേറൊരു കാര്യം, നമ്മൾ കർഷകരതിനകത്ത് കീടനിയന്ത്രണം കർഷകരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് നിന്ന് മാക്സിമം പിന്നെ തൂക്കമുള്ള കൊല വെട്ടിയാലേ നമുക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് അവര് പിന്നെ കാരണം എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്ന് നോക്കി പോകുന്നതാണ്. അല്ല പരമ്പരാഗത ഇപ്പൊ നാടൻ പയർ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുതലാകത്തില്ല. കാരണം നാടൻ പയറിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദിവസം വരുന്ന പിറ്റേന്ന് അത് അരി തെളിയും. അപ്പം നമ്മൾ മേടിക്കാൻ ചെല്ലുന്നത് നമ്മൾ മേടിക്കുകയില്ല. അപ്പൊ അങ്ങനെയുള്ള പുതിയ ഹൈബ്രിഡ് ഇനങ്ങൾ വന്നുകൊണ്ടാണ് ഈ ഇനം മാറി പോകാനുള്ള ഒരു പ്രധാന കാരണം. സാർ അതുപോലെ തന്നെ പറഞ്ഞല്ലോ, ഈ വാഴക്കുട്ടിയുടെ മാണം ഏത് ദിശയിൽ വെച്ചാൽ ഓപ്പോസിറ്റ് ദിശയിൽ കുല വരുമെന്ന് പറഞ്ഞു. അത് സാറിന്റെ എങ്ങനെയാ, അത് ശരിയാണോ? അത് സാറിന്റെ അനുഭവത്തിൽ? അത് എനിക്ക് അനുഭവം വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇടുക്കിയില് ഈ ഇവിടെ അമ്പലത്തിലെ പൂജയുമായി ബന്ധപ്പെട്ട് കുറച്ച് കൊലയെടുക്കാൻ പോയി. അവിടെ ഞാൻ ചെന്നപ്പോൾ 3 വാഴയാണ് ഒരു മുട്ടി നട്ടത്. അപ്പം ഞാനങ്ങ് അതിശയിച്ചിടാം, നമ്മളിവിടെ ഒരു വാഴ നട്ടണക്കെ പോലും നമുക്ക് അത് നല്ല രീതിയിൽ എടുക്കാനൊക്കെ ഇതെന്താന്ന് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ പിന്നെ മണ്ണിന്റെ ഒരു പ്രത്യേകത, കാരണം എക്കൽ മണ്ണില്ലേ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, കാരണം അവിടുത്തെ കൊലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കിലോ, ഏറ്റവും കുറഞ്ഞത് 20 കിലോയ്ക്ക് മേളിലാണ്. അപ്പോൾ ഈ കൊലകൾ നമ്മുടെ ഇവിടുത്തെ പിന്നെ കർഷകർ മേടിക്കാതായി, ആവശ്യക്കാർ. കാര്യം ഒരു കൊല കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 കാവ് വെക്കുമ്പോൾ 1 കിലോ ഉണ്ട്. അപ്പം അതുകൊണ്ട് അവർ ഈ 3 കൊല വെച്ചു, 3 വാഴ നട്ടു. 3 വാഴ നട്ടപ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോ ഇതുള്ള 30 കിലോ ഉള്ള കൊല കിട്ടും. പക്ഷേ ഈ കൊല വീട്ടുകാർ മേടിക്കും, കാരണം ചെറിയ കായായതുകൊണ്ട്. ഇടത്തരം കായ, ഈ വലിയ കായാകുമ്പോൾ അത് ആൾക്കാർ മേടിക്കുക. അങ്ങനെയാണ് ഞാൻ ഇതൊന്ന് പരീക്ഷിക്കാൻ ഇവിടെ നോക്കിയത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്യുക. സാർ അതുപോലെ തന്നെ ഈ നല്ലയിനം വിത്തുകൾ സാർ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. അത് ഈ നല്ലയിനം വിത്തുകൾ തിരഞ്ഞെടുക്കും, ഈ വിത്തിൽ എന്തെങ്കിലും രോഗബാധ ബാധിച്ച കീടം, അത് മാണപ്പുഴു അങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റുമോ? പിന്നെ നമുക്ക് പുറമേ കാണാം. അതിനെന്താണ് അങ്ങനെ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യുന്നത് സാർ? അത് ഈ മാതൃവാഴയിൽ നമ്മൾ ഇളക്കിയെടുത്ത് നമ്മുടെ കൈ വരുമ്പോഴാണ് നമുക്ക് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചാണകവും ചാരവും അതിനോടൊപ്പം സ്യൂഡോമോണസ്, ഇത് 3 കൂടെ മിക്സ് ചെയ്ത് കലക്കി ഒരു പിന്നെ കുഴമ്പ് പരുവാക്കിയിട്ട് ഈ വാഴയുടെ ചുറ്റിനുമുള്ള വേരും എല്ലാം ചെത്തി കൂടുതൽ കരിക്കാൻ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നെങ്കിൽ അത് നമ്മൾ ചെത്തിക്കളഞ്ഞിട്ട് ഈ സ്ലറിക്കകത്തിൽ ഒരു 15 മിനിറ്റ് മുക്കി വെക്കും. മുക്കി വെച്ചിട്ട് നമ്മളൊരു 10 ദിവസം തണലത്ത് വെച്ച് ഉണക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് നടാൻ കഴിവാകും. ഈ പിന്നെ വിത്ത് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ തടം വെട്ടി തടം എല്ലാം ക്ലിയറായി വരുമ്പോഴത്തേന് അത് നടാനുള്ള പരിവാകും. പിന്നെ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പരമാവധി സൂചിക്കന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂമ്പന പോലെ നിൽക്കുന്ന വിത്ത് എടുക്കാവൂ. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളർച്ച കംപ്ലീറ്റ് പിന്നെ വളർച്ചയുടെ തുടക്കം ആയിട്ടുള്ളൂ. വലിയ വിത്ത് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 3 മാസം 4 മാസമൊക്കെ പ്രായമായ വിത്താകുമ്പോൾ അത് പെട്ടെന്ന് കൊലയ്ക്കുകയും ചെയ്യും, അതിന് കൊല മോശമാക്കുകയും ചെയ്യും. ഈ വാഴക്കന്ന് നട്ട് സാർ എന്തെല്ലാം വളമിടും? നമ്മളത് പിന്നെ തടം വെട്ടിയിട്ട് പിന്നെ ഇതിനകത്തിൽ ജൈവവളം ഒന്നീ ചാണകം അല്ലെങ്കിൽ കോഴിവളം. ഇത് അപ്പം ഞാൻ കോഴിവളം ഇട്ട കോഴിവളവും പിന്നെ വേപ്പ് പിണ്ണാക്കും പിന്നെ രാജ്ഫോസ് ഇല്ലെങ്കിൽ എല്ലുപൊടി, ഇത് 3 കൂടി ഇട്ടങ്ങ് നടും. അതിനുശേഷം പിന്നെ എത്ര ഇലയാന്നതിന് ശേഷമാണ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അടുത്ത വളം കൊടുക്കണമെന്ന്? നട്ട് കഴിഞ്ഞ് ഏകദേശം 20 ദിവസം കഴിയുമ്പോൾ ഇത് മുളയ്ക്കാൻ തുടങ്ങും. ഏതളവില്ല സാർ ഇത് ചെയ്യുന്നത്? ആ മുളച്ച് വരുന്ന സമയത്ത് നമ്മൾ യൂറിയ, പൊട്ടാഷ്, രാജ്ഫോസ്. അതിന്റെ അളവ് തൂക്കം 100 ഗ്രാം യൂറിയ, 100 ഗ്രാം പൊട്ടാഷ്, 100 ഗ്രാം 250 ഗ്രാം രാജ്ഫോസ്. ആദ്യത്തെ 20 ദിവസം കഴിഞ്ഞ് അതിന്റെ ഇല ഇങ്ങനെ വിരിയാൻ തുടങ്ങും നമ്മൾ ചെയ്യും. അതിനുശേഷം പിന്നെ അടുത്ത വളം പിന്നെ ഉടനെ തന്നെ നമ്മൾ പിന്നെ സ്യൂഡോമോണസ് അടിക്കും ഈ ഇലകൾക്ക്, കാരണം അതിനൊക്കെ വളരാനൊരു കരുത്തിന്. സ്യൂഡോമോണസ് അടിച്ചു കഴിയുമ്പം പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ 1 മാസം കഴിഞ്ഞേ വളം ചെയ്യുന്നത്. അതെന്ത് വളമാണ്? അത് തന്നെ യൂറിയ പൊട്ടാഷ്. ഈ അളവോ? ഈ സെയിം അളവ് തന്നെ. ഇത് പിന്നെ നമ്മൾ ഒരു ഏത്തവാഴ വിത്ത്, സാധാരണ ഒരു സൂചിക്കന്ന് പോലെ ഇരിക്കുന്ന ഒരു വിത്ത് തന്നെ, അതിന്റെ പിന്നെ നല്ല രീതിയിൽ അതിന് പിന്നെ വെളിച്ചവും അത്യാവശ്യം അതിനാവശ്യമുള്ള ജലവും കിട്ടുവാണെങ്കിൽ ഏകദേശം 32ാമത്തെ ഇലയ്ക്ക് കൂമ്പ് വരും. 32 ഇല വന്നു കഴിഞ്ഞാൽ ഏത്തവാഴയ്ക്കുള്ള ഒരു പ്രത്യേകത ആഴ്ചയിലൊരു ഇലയാണ്. അങ്ങനെ 32ാമത്തെ 28 മുതൽ 32നുള്ളിൽ കൂമ്പ് വരും. അപ്പൊ സാറേ ഈ പലയിനം ഏത്തവാഴയിൽ ഇപ്പൊ പേരുകളൊക്കെ ഉണ്ടല്ലോ,
അതിൽ എല്ലാ ഇനവും ഇങ്ങനെ തന്നെയാണോ? നമ്മുടെ നാടൻ ഇനങ്ങൾ ഇവിടെ വരുന്ന നാടനാണോ? നാടൻ തന്നെ. നാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടിഷ്യൂ വാഴയല്ല. അല്ല. ഇപ്പം പിന്നെ നമ്മുടെ തെങ്ങ് തന്നെ കോമാടനുണ്ട്, ചെന്തങ്ങുണ്ട് എന്ന് പറഞ്ഞ പോലെ ആണെങ്കിലും ഏത്തവാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരമ്പരാഗതമായിട്ടുള്ള നാടൻ ഏത്തവാഴ. ഈ പിന്നെ സൂചിക്കന്ന് പോലിരിക്കുന്ന വിത്ത് നട്ടാൽ കൃത്യമായ വളവും വെളിച്ചവും കിട്ടുകയാണെങ്കിൽ, ഒപ്പം പിന്നെ വെള്ളവും കിട്ടുകയാണെങ്കിൽ 32ാമത്തെ ഇല മുമ്പായിട്ട് കൂമ്പ് വന്നിരിക്കും. ആഴ്ചയിൽ ഒരില ആണ് അതിന്റെ ആ ഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കൃത്യമായി വളം ചെയ്തു 32ാമത്തെ ഇല വന്ന് കൂമ്പ് വന്നു. അപ്പൊ കൂമ്പ് വരുമ്പോ മനസ്സിലാവും ഇതിന്റെ കരുത്ത് എത്ര പടല വരും, എത്ര കിലോ വരും എന്നറിയാൻ പറ്റുമോ? പിന്നെ എന്തെങ്കിലും വളം ചെയ്യാൻ പറ്റുമോ അതിന് ശേഷം വലുതാവാൻ? അപ്പൊ നമ്മള് ഇപ്പൊ ഇത് നട്ട് ഒരു 4 വളം കഴിയുമ്പോൾ നമ്മളിപ്പോ യൂറിയ പൊട്ടാഷ് ഇങ്ങനെ കൊടുത്ത് 4 വളമായി. അപ്പോഴത്തേന് എൻ്റെ ഒരു 6 മാസമാവും. കൃത്യമായിട്ട് നമ്മൾ 30 ദിവസം കൂടുമ്പോഴല്ല കൊടുക്കുന്നത്. ചിലപ്പോൾ 2 ദിവസം മുമ്പായിരിക്കും, ചിലപ്പോൾ 4 ദിവസം കഴിഞ്ഞായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നീടുള്ള വളത്തിൽ നമ്മൾ യൂറിയയുടെ അളവ് കുറച്ചുകൊണ്ട് പൊട്ടാഷിൻ്റെ അളവ് കൂട്ടും. കാരണം ഇതിനകത്തിൽ കൂമ്പ് രൂപപ്പെടുന്ന സമയമായി. ആ സമയത്ത് നമുക്ക് കൂടുതൽ വേണ്ടത് പൊട്ടാഷാണ്. കാരണം പൊട്ടാഷ് പൂക്കൾക്കുള്ളതാണ്. ആ പൊട്ടാഷിൻ്റെ അളവ് നമ്മൾ മാക്സിമം കൂടുതലല്ല, ഈ 100 ആ പൊട്ടാഷ് തന്നെ യൂറിയയുടെ അളവ് നമ്മളൊരു 60 ഗ്രാമായിട്ട് കുറച്ച് കഴിയുമ്പോൾ പരമാവധി അതിൽ നിന്നുണ്ടാകുന്ന കൊല വെളിയിലേക്ക് വരുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിന് പൊട്ടാസ്യം നൈട്രേറ്റ്, അതുപോലെ ബോറോൺ, ഇത് രണ്ടും സ്പ്രേ ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കായ്കൾ പുഷ്ടിപ്പെടാനും കായ്കൾക്ക് ഷേപ്പ് ഉണ്ടാകാനും ഒക്കെ ആയിട്ട് ഒരു 3 പ്രാവശ്യം, മാസത്തിൽ 1 പ്രാവശ്യം വീതം സ്പ്രേ ചെയ്യും. അങ്ങനെയാണത് ചെയ്യുന്നത്. സർ, ഈ ജൈവ സ്ലറി നിർമ്മിക്കുന്നെന്ന് പറഞ്ഞു നമ്മുടെ ആവശ്യത്തിന് ഇതിപ്പോ ഏകദേശം എത്ര വാഴ കാണും? ഇത് 400. ഇപ്പൊ 400 വാഴയ്ക്ക് ആവശ്യമായത് ഇവിടെ തന്നെ ഉണ്ടാക്കുക. എനിക്ക് അപ്പുറത്ത് ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിലായിരുന്നു ഞാൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം, ഗോമൂത്രം, പഴം, ശർക്കര, കടലപ്പിണ്ണാക്ക, വേപ്പിണ്ണാക്ക ഇത്രയും കൂടെ ഒന്നിച്ച് ഞാൻ കൂട്ടി പിന്നെ ഇട്ടേക്കുമായിരുന്നു. ആ ഷെഡ് ഇപ്പോൾ അതിൻ്റെ മേൽഭാഗം മേൽക്കൂരി പറന്നു പോയായിരുന്നു. സർ, ഈ ഒരു വാഴ കണ്ടാൽ, വാഴയുടെ ഇല കണ്ടാലേ വാഴ അതിന്റെ രോഗവും ശരിയായ പോഷകത്തോടു കൂടി തഴച്ചു വളരുകയാണെന്ന് സാറിന് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാ സാർ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാഴ കിളിച്ചു വരുമ്പം ഇതിന്റെ മണ്ടയില ഇതുപോലെ ഇത് നല്ലവണ്ണം നൂന്ന് വരികയാണ്. ഈ നൂരാതെ നിൽക്കും, നിവരത്തില്ല. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിന്റെയും ബോറോണിന്റെയും കുറവുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. പിന്നെ ഒരു വാഴ നമുക്ക് ദൂരെ നിന്നാൽ അറിയാം എന്തെങ്കിലും പിന്നെ പോഷകമൂല്യങ്ങളുടെ കുറവുണ്ടോ. ഇപ്പൊ ഞാനങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിലേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ബോറോണും ഈ പറഞ്ഞ പോലെ പിന്നെ കാൽസ്യം നൈട്രേറ്റ്, അതുപോലെ കുമ്മായം അല്ലെങ്കിൽ ഡോളോമെറ്റ് ഇതൊക്കെ ഇടുന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ ഇല കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വാഴയ്ക്ക് വലുതായിട്ടുള്ള രോഗമില്ലെന്ന്. പിന്നെ ഈ പൊട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാറ്റടിക്കുമ്പോൾ പൊട്ടും. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഏത്തവാഴകളിലെ മറ്റൊരു ഉപയോഗത്തിന് എടുക്കാനൊക്കാത്തതിന്റെ കാരണം ഇല്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. പിന്നെ ഈ ഇല കരിച്ചിൽ ഇത് ഏകദേശം താഴെ നിന്ന് ഇപ്പം 1, 2, 3, 4, 5 ഇല ഈ വാഴയുടെ മാറിയതാണ്. ഇപ്പൊ ഒരു 15 ദിവസത്തിന് മുമ്പ് ഞാനിത് മുറിച്ച് കളഞ്ഞതാണ്. പിന്നീട് വന്നാണ് ഈ ഇല ഇത് കരിയാൻ തുടങ്ങി. ഇത് ഏത്തവാഴയ്ക്ക് മാത്രം പ്രത്യേകതയുള്ളൊരു ഫംഗസ് ആണെന്ന് തോന്നുന്നു. ഇതൊരു രോഗമാണ്. ഇതൊരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന് പരമ്പരാഗതമായിട്ടുള്ള ഒരു കുഴപ്പമാണ്. ഇതിന് ടിൽറ്റ് എന്നും പറഞ്ഞൊരു കീടനാശിനിയുണ്ട്, അതടിച്ചാൽ. പിന്നെ ഞാൻ പരമാവധി ഈ കീടനാശിനി ഒന്നും ഉപയോഗിക്കാറില്ല. ഞാൻ അതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴ ഇവിടെ വെച്ചാൽ ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത് ഇത് തന്നെ അതാണല്ലേ. അപ്പൊ ഇത് നമ്മൾ ഇവിടെ വെച്ചാൽ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് മാറ്റി അടുത്ത അപ്പോഴത്തേന് ഒരു മാസം അല്ലെ 2 മാസം കഴിയുമ്പോൾ വീണ്ടും ഈ ഇലയിലാവും. അപ്പോഴത്തെ അടുത്ത ഇല മേളിൽ പോയി കഴിഞ്ഞു. അപ്പോഴത്തെ പുതിയ ഇലകൾക്ക് പ്രശ്നം വരുന്നില്ല, തളിരിലകൾക്ക് പ്രശ്നം വരുന്നില്ല, വാഴയുടെ വളർച്ചയെ ബാധിക്കുന്നില്ല. ഇല്ലില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളർന്ന അതിന്റെ ആ ഹരിതകം കുറഞ്ഞു വരിക. ഹരിതകം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇത് എത്ര നമ്മളിനി ടിൽറ്റ് അടിച്ചാൽ ഒരു പരിധി വരെ അതിന്റെ ഈ കാലാവധി കൂട്ടാവുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇപ്പൊ ഇതൊരു 20 ദിവസം കഴിഞ്ഞ 1 മാസം കൊണ്ട് അടുത്താലേ കരിയെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒരു 35-40 ദിവസം മാറ്റാൻ പറ്റും. അപ്പൊ സാർ പറഞ്ഞു ഇത് പ്രകാശ സംശ്ലേഷണത്തിന് അതിന്റെ ആ ശക്തി നഷ്ടപ്പെട്ടു ആ ഇലകൾക്ക്. പ്രായമായി എന്ന് പറയുന്നത് പോലെ അല്ലേ? അത് തന്നെയല്ല, വേറൊരു കാര്യമുണ്ട്.
ഇപ്പൊ ഈ ഇലയ്ക്ക് ആ. ഇവിടുന്ന് ഒന്നും വെളിച്ചം കിട്ടുന്നില്ല. ശരിയാ, മനസ്സിലായി? ഷെയ്ഡ്. ഷെയ്ഡ് അതെന്ന് പറയാ അതിന്റെ നിലകൾ കൊണ്ടുള്ള ഷെയ്ഡാ. പക്ഷെ അവന്റെ ആ ഒരു സമയം കഴിഞ്ഞു. ഇത് പിന്നെ നമുക്കുള്ള ഈ വാഴയ്ക്ക് ഈ പറഞ്ഞ പോലെ ഈ പിന്നെ ചെല്ലിയുടെ എന്നുവെച്ചാൽ പിന്നെ ചെല്ലിയുടെ ശല്യം വരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലയൊന്നും നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്നവരാരും ശ്രദ്ധിക്കത്തില്ല. ഇതിവിടെ തോടിഞ്ഞ് പരി തോടിഞ്ഞ് ഇങ്ങനെ കിടക്കും. ഇങ്ങനെ ചുറ്റിനും കിടന്ന് ഇതൊരു അതിന്റെ ഒരു പിന്നെ ഒളിഞ്ഞിരിക്കാൻ ഒരു സങ്കേതമായി മാറും. അവിടെ ഒന്ന് മുട്ടയിടും. അവിടെ അതിനകത്ത് കയറി ഒന്ന് മുട്ടയിടും. മുട്ടയിടുമ്പോഴത്തേനും അതിന്റെ നമ്മുടെ കൊല വിരിയേണ്ട സമയമാവും. ആ സമയത്തിന് തന്നെ ഒളിഞ്ഞു വീഴും. ഇത് ശരിക്കും ഇതിന്റെ നീര് നമ്മുടെ രക്തം പോലെ അതിന്റെ നീര് ഊറ്റി കുടിക്കുക. അവന് പിന്നെ ഈ കൊലയുടെ വെയിറ്റ് കൂടെ വരുമ്പോ അവന് നിൽക്കത്തില്ല. പിണ്ടിപ്പുഴു ഇല്ലേ? പിണ്ടിപ്പുഴു. ഇതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല എപ്പോഴും ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ തോട്ടം വൃത്തിയാക്കി ഇടുക എന്നുള്ള. ഇന്ന് എന്നോട് ഇപ്പൊ ചോദിക്കുന്നത് എന്തെങ്കിലും തോട്ടം ഇങ്ങനെ കിടക്കാം. ഇത് ഒരു മുട്ടുസൂചി വീണ കാണാവുന്ന രീതിയിലുള്ള പുരയിടമായിരുന്നു. ഇപ്പൊ ഈ ഒരു മാസം കൊണ്ടുള്ള മഴ പെയ്ത് കൂടിപ്പോയി. അതിനിപ്പോ മാറും. ഇപ്പൊ അത് വൃത്തിയാവും. ഇനിയിപ്പോ ഇതിന് ആവശ്യമുള്ള മണ്ണ് പിന്നെ വളം ഇട്ടുകൊണ്ട് മണ്ണ് വെട്ടി അടുപ്പിക്കും. അടുപ്പിക്കുമ്പം ഈ സൈഡ് കംപ്ലീറ്റ് നമ്മൾ ചെത്തി ഇതിന്റെ ഒട്ടിക്കൊണ്ട് അപ്പൊ ആ പോച്ച അങ്ങ് പോകും. അതാണ് ഇതിനുള്ളൊരു മാർഗം. പിന്നെ അതുകൂടാതെ ഈ ചെല്ലിയുടെ മണപ്പുഴുവിനെയൊക്കെ രക്ഷിക്കാൻ ഒരു മാർഗമുണ്ട്. നമ്മുടെ ബാർ സോപ്പ് ഒരു ചെറിയൊരു ഒരു 5 ഗ്രാം വീതം ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന വാഴപ്പോളയ്ക്ക് കവിളിലും വെക്കാമെങ്കിൽ ഇവന് ഇതേ കയറി ആക്രമിക്കത്തില്ല. അതിന്റെ സ്മെല്ലും ഉണ്ട്. വെള്ളം വീണിട്ട് താഴോട്ട് അവന് അലിഞ്ഞലിഞ്ഞിരിക്കുകയും ചെയ്യും. ഒറ്റയടിക്കേ അങ്ങ് അലിയത്തുമില്ല. അങ്ങനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ പരമാവധി കീടനാശിനിയുള്ള പരിപാടിയില്ല. ഇത് തന്നെ ഇപ്പം പിന്നെ ഏപ്രിൽ 27-ാം തീയതി നട്ട വാഴകളാണ്. ഇപ്പം ഏകദേശം 60 ദിവസം കഴിഞ്ഞു. പൊതുവേ ഇതിൻ്റെ ഇപ്പോഴത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യത്തിന് ആവശ്യമുള്ള വളങ്ങളും വെള്ളവും ഒക്കെ കിട്ടിയത് കൊണ്ടാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വെള്ളം ഓൾറെഡി ഉണ്ട്. ഇപ്പം ഏകദേശം നല്ല വളർച്ച നിൽക്കുകയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. ഇത് മറ്റുള്ളവരൂടെ കാണുമ്പോഴേ അതിനെ അറിയാനും പറ്റൂ. അപ്പോൾ ഇതിന് ഇനിയിപ്പം വേണ്ട ഒരു 10 ദിവസമായി ഇതിന് യൂറിയയും പൊട്ടാഷ്യം ഇട്ടിട്ട്. ഇനി അടുത്ത വീണ്ടും ഈ മാസം ഒരു 15-ാം തീയതിയോടുകൂടി വീണ്ടും പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ യൂറിയയും പൊട്ടാഷ്യം 100 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷ്യം ഇട്ടിട്ട് ഈ മണ്ണ് കംപ്ലീറ്റ് ഇതിൻ്റെ ചുവട്ടിലോട്ട് വെട്ടിയടിപ്പിക്കും. വെട്ടിയടിപ്പിച്ച് ഒരു അടുത്ത വളം കൂടെ കഴിയുമ്പം ഇവന് വിത്ത് പൊട്ടാൻ തുടങ്ങും. കുലയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ആ വിത്തുകളെല്ലാം ഒന്നീ ചവിട്ടി ഓടിച്ചാൽ പോകത്തില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് പിച്ചാത്തിക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മണ്ട നമ്മളെന്തെങ്കിലും ചെറിയ അലവാങ്ക് കൊണ്ട് കുത്തി ഓടിക്കാൻ കളയും. അങ്ങനെ ചെയ്യുന്നതോടുകൂടി ഈ വിത്ത് വളർന്നു കഴിഞ്ഞാൽ വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ കൊലയുടെ വലിപ്പത്തെ അത് സാരമായി ബാധിക്കും. അതിനാണ് നമ്മൾ ആ വിത്ത് ഒടിച്ച് കളയുന്നത്. വിത്ത് ഒടിച്ച് റെഡിയാക്കി കഴിയുമ്പോൾ ഏണ്ടൊരു 7 മാസം 6 മുതൽ 7 മാസത്തിനുള്ളിൽ ഇത് കുലയ്ക്കും. മറ്റ് പിന്നെ കാറ്റോ മറ്റുള്ള ഒന്നും വന്നില്ലെങ്കിൽ കൃത്യമായിട്ടും അത് 7 മാസം കൊണ്ട് കുലയ്ക്കും. കൊലച്ചു കഴിഞ്ഞ് സാറേ ഇത് കാറ്റിലും മഴയിലും ഒന്നും ഇത് വീഴാതിരിക്കാൻ വേണ്ടി പരസ്പരം അത് ഞാൻ പറയാം. ഞാനിപ്പോ ഈ വാഴ നിൽക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ കൊല കിഴക്കോട്ടും ഇതിന്റെ കൊല പടിഞ്ഞാട്ടുമാണ്. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ആ വിത്ത് നടുമ്പം ആ മുറിപ്പാട് 2 സൈഡായിട്ട് നടുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അങ്ങോട്ടും വെയിറ്റ് ഇങ്ങോട്ടും വെയിറ്റ്. അപ്പൊ ഇവനെ തമ്മിൽ ഇതിന്റെ ഈ പൊക്കമാകുമ്പം ഈ മണ്ടവശം ഇത് തമ്മിൽ നമ്മൾ കയറിട്ടാൻ കെട്ടും. കെട്ടിക്കഴിയുമ്പോൾ ഇവൻ അങ്ങോട്ട് പോകാനൊക്കത്തില്ല. കാരണം ഇതിന്റെ വെയിറ്റ് കൊണ്ട് ഇത് അങ്ങോട്ട് വിടത്തില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഈ മറ്റുള്ള പിന്നെ കുറ്റിയൊക്കെ കെട്ടാതെ തന്നെ ഊന്ന് കൊടുക്കാതെ നമുക്കവനെ ഈ വാഴകൾ തമ്മിലുള്ള മറ്റേ വാഴയേറ്റ് കെട്ടത്തില്ല. ഇത് അതിൽ അങ്ങനല്ല. യവനെ തമ്മിൽ ഇത് തമ്മിൽ കെട്ടുമ്പം ഈ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. യവനും പിടിക്കും അങ്ങോട്ട്, ഇത് ഇങ്ങോട്ടും പിടിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു വലിയ പോകുമ്പോ എന്തുവാ വലിയ കൊടുങ്കാറ്റോ വല്ലതും വന്ന് അങ്ങനെ പോകുന്നതല്ലാതെ ഒരുമാതിരിപ്പെട്ട നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ആ കാറ്റിനെ ഇതിന് പ്രതിരോധിക്കാൻ പറ്റും. സാർ ഇപ്പൊ മഴ സമയമായതുകൊണ്ട് ജലസേചനത്തിന് ബുദ്ധിമുട്ടില്ല. മഴയൊക്കെ മാറി ഈ ഉണക്കാവുന്ന സമയത്ത് ഇതിന് ജലസേചനത്തിന് എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? ഞാനിവിടെ ട്രിപ്പ് ഇറിഗേഷനാണ്. ട്രിപ്പ് ആകുമ്പം ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ അടിക്കുമ്പം 20 ലിറ്റർ വെള്ളം ഒരു വാഴയുടെ ചവിട്ടിക്കില്ല. അത് നമ്മൾ സാധാരണ ഓസിനടിക്കുകയാണെങ്കിൽ നമ്മൾ ഓസ് അങ്ങോട്ട് ഓൺ ചെയ്യുന്നു, ആ പ്രദേശം മൊത്തം നനയുന്നു. പെട്ടെന്ന് അത് ഒഴിക്കുന്ന വെള്ളത്തിന്റെ 2 1/4 പങ്കും അത് മറ്റുള്ള സ്ഥലത്ത് ആയി
അങ്ങ് പോവുകയാണ്. ആ. ഇതെന്ന് പറഞ്ഞാൽ ട്രിപ്പ് ഇറിഗേഷൻ ആകുമ്പോൾ ഉം. നമുക്ക് അതിന് ഓരോ തുള്ളി വീതമാണ് വരുന്നത്. ഓക്കെ. 1 മണിക്കൂർ നമ്മൾ അടിക്കുമ്പം 20 ലിറ്റർ വെള്ളം ഒരു മൂടിന് കിട്ടും. ആ. അത് മതി ഒരു ദിവസത്തേക്ക്. ഒരു ദിവസത്തേക്ക്. അതൊരു 4 ദിവസത്തേക്ക് അത് മതി. 4 ദിവസത്തേക്ക്. 4 ദിവസത്തിന് ശേഷം വീണ്ടും വീണ്ടും ഒരു മണിക്കൂർ തുറന്നു വിടും. തുറന്നു വിടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ കാണിക്കാം. എന്നിട്ട് ഞാൻ ഓമ ചെയ്തിട്ടുണ്ട്. ഓമ ചെയ്തേക്കുന്നത് കാരണം ആ ഓമ ഇട്ട സമയത്ത് ഭയങ്കര ഉണക്കായിരുന്നു. പിന്നെ ഈ ഏത്തവാഴയായാലും ഏത് വാഴയായാലും ആദ്യത്തെ ഒരു 2 മാസം വെള്ളത്തിന്റെ ആവശ്യമില്ല. കാരണം ഇതൊന്ന് മാക്സിമം ഇതൊന്ന് പിന്നെ മണ്ണൊന്ന് കാഞ്ഞു കളിക്കുമ്പം അതിനൊരു കരുത്ത് വരും. ഇതാണ്ടിപ്പോ ഇത് വന്നാട്ടെ. ഇത് ട്രിപ്പ് ചെയ്തിരിക്കുക. ഇതിന്റെ ചവിട്ടി വീഴും. അനാവശ്യമായി വെള്ളം പോകുന്നില്ല. നമുക്ക് ആവശ്യത്തിന് ഇതുണ്ടോ ഈ കിട്ടുന്ന 20 ലിറ്റർ വെള്ളം മതി ഇതിന് 3-4 ദിവസത്തേക്ക്. എന്നിട്ട് പൂക്കളൊക്കെ ഉണ്ട്. ഇപ്പം 60 ദിവസമായതേ ഉള്ളൂ പൂക്കാൻ തുടങ്ങി.